Hello friends, I am Akhil. This is Galaxy Buds 3 Pro, this one. This one. കണ്ടു കാണുമല്ലോ, ട്രാൻസ്പെറൻറ്റ് ടൈപ്പാണ് ഉള്ളത്. പുറത്തൊരു കണ്ണാടി കൂടിനകത്ത് ബഡ്സ് ഇരിക്കുന്ന ടൈപ്പ്. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ബഡ്സ് 2 Pro എന്ന് പറയുന്നത് എന്താണ്? ബഡ്സ് 2 Pro നമുക്ക് ഒരു കരിച്ച പോലെ ഇരിക്കും, ചെവിക്കകത്ത് ഇങ്ങനെ കരിച്ച് കയറിയിരിക്കുന്നത്. ഇതാണ് എനിക്ക് സ്റ്റിക്ക് ടൈപ്പാണ് ഇഷ്ടം. സ്റ്റിക്ക് ടൈപ്പാണെങ്കിൽ കോൾ വിളിക്കാനൊക്കെ നല്ല രസമാണ്. നമുക്കിനി ഇതിലെന്താ കൊണ്ടുവന്ന് നോക്കാം. കാണാതെ ഇറങ്ങിടാത്തതുകൊണ്ട് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, നോക്കാം. അടുത്ത 6 മൈക്കുണ്ട്, 2 കൂടെയാണ്, ഒന്നിലല്ല. ഓരോ ബഡ്സിലും 3 വെച്ച് 6 മൈക്ക്. അടുത്ത ആംബിയൻ സൗണ്ട്, അഡാപ്റ്റീവ് നോയ്സ് കൺട്രോൾ, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, 360 ഓഡിയോ. 360 ഓഡിയോ എല്ലാ ഫോണിലും സപ്പോർട്ട് ആവില്ല. സാംസങ്ങിൻ്റെ വേറെ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് എല്ലാ ഫോണിലും കിട്ടില്ല. സാംസങ്ങിൻ്റെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ തന്നെ വേണം. അടുത്ത് ഓട്ടോ സ്വിച്ച്. ഓട്ടോ സ്വിച്ച് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ഇപ്പോൾ നമുക്ക് 2 ഡിവൈസിൽ ഒരേ സമയത്ത് യൂസ് ചെയ്യാം. ലാപ്ടോപ്പ്, ടാബ്, അല്ലെങ്കിൽ ഫോൺ, ഇതിലേതെങ്കിലും ഒരു 2 നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഫോണിലൊരു കോൾ വന്നാൽ നമ്മൾ ചെയ്തിരിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റായി നമ്മളെ കോൾ എടുത്ത് നമുക്ക് സംസാരിക്കാം. അത്രയുള്ളൂ. പിന്നെ ബ്ലൂടൂത്ത് 5.4 ആണ്. ബ്ലൂടൂത്ത് 5.4 ആണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓഫാക്കിയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം 7 മണിക്കൂർ സംസാരിക്കാം. ബഡ്സിലുള്ള ചാർജ് മാത്രം വെച്ച്. ANC ഓണാക്കിയാൽ കുറയും, സ്വാഭാവികം. പിന്നെ ടോട്ടൽ ഇത് 30 hours നമുക്ക് ചാർജ്, അതായത് ഫുൾ കേസിൽ ചാർജ് നമുക്ക് അത്രയും കിട്ടുമെന്ന് പറയുന്നുണ്ട്. പോരാത്തിന് സാംസങ് ലൈവ് ട്രാൻസ്ലേറ്റ് AI അത് നമുക്കിതിൽ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് ഇരിക്കുകയാണ്. മീറ്റിംഗ് നമുക്ക് അറിഞ്ഞുകൂടാത്ത ലാംഗ്വേജ് ആണെങ്കിൽ, അതേപോലെ ജാപ്പനീസോ ചൈനീസോ ഇംഗ്ലീഷോ അങ്ങനെയൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഹിന്ദി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ ഗാലക്സി ഡിവൈസ് എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുക, അല്ലെങ്കിൽ കയ്യിൽ വയ്ക്കുക, ഇത് കണക്ട് ചെയ്യുക, ചെവിയിൽ വയ്ക്കുക, എന്താണ് പറയണതെന്ന് ഗാലക്സിയിൽ ഇങ്ങനെ എഴുതി കാണിക്കും. നമുക്കിഷ്ടം നമ്മളേത് മലയാളമൊന്നുമില്ല, ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ എടുക്കുമ്പോൾ അതിലിങ്ങനെ എഴുതി കാണിക്കും, ഇന്നതാണ് അവൻ ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പം. പോരാത്തിന് ഇത് ചെവിയിലുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടെ തരും. നമുക്ക് സാംസങ് ഗാലക്സി അസിസ്റ്റൻ്റൊക്കെ പറഞ്ഞു തരണ പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അയച്ച് പറഞ്ഞു തരും. അത് ഇതിൽ അലൗഡാണ്, കിടിലൻ ഫീച്ചറാണ്. ഇന്ന് നമുക്ക് ഇത് കണക്റ്റ് ചെയ്യാം. കണക്റ്റ് ചെയ്യാനായിട്ട് ആദ്യം ആവുക, ഓണാക്കുക, കണക്റ്റ് തൊടുക, ടേൺ ഓൺ ബ്ലൂടൂത്ത്, കണക്റ്റഡ്. സിമ്പിൾ. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചെവിയിൽ വെച്ചാൽ മാത്രമേ പറഞ്ഞു തരാൻ പറ്റൂ, അല്ലാത്ത പക്ഷം സാംസങ് അനുസരിക്കില്ല. ഓക്കെ, ചെവിയിൽ വയ്ക്കുന്ന സ്പോട്ടിൽ തന്നെ നമുക്ക് ആംബിയൻ സൗണ്ട് അല്ലെങ്കിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓണായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആവശ്യമനുസരിച്ച് കുറയ്ക്കാം, കൂട്ടാം. അതുപോലെ തന്നെ ആംബിയൻ സൗണ്ട് നമുക്ക് കുറയ്ക്കാം. പിന്നെ ഓഫ് ചെയ്യാം. അതായത് സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇഷ്ടമുള്ളത് വയ്ക്കാം. അങ്ങനെ ഫൈൻഡ് മൈ ഇയർബഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ 360 ഞാൻ പറഞ്ഞറിയാലോ, നമുക്ക് ഗാലക്സി ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ മാത്രമേ പറ്റൂ. ഓട്ടോ സ്വിച്ച് മറ്റേത് മറിച്ചത് എല്ലാം ഉണ്ട്. നമുക്കൊരു സോങ് കേൾക്കാം. സോങ്ങിന് നമുക്ക് സ്പോട്ടിഫൈ ഓണാക്കുക, ഫേവറേറ്റ് എടുക്കുക. ഇതിൽ നമുക്ക് റെഡ്സി ദേവരയിലുള്ളൊരു പാട്ടൊക്കെ. നമ്മൾ ഫുൾ സൗണ്ട് വെച്ചാലും ചെവി ഇങ്ങനെ തുളച്ച് കയറുന്ന പോലത്തെ സൗണ്ടൊന്നുമില്ല. എല്ലാം നല്ല കൃത്യമായിട്ട് നമുക്കിതിൽ നിന്നെല്ലാം ഫിക്കും. കിട്ടില്ല സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഓഫ് ചെയ്യാം. ഇതിനി നമ്മൾ എവിടെയെങ്കിലും മറന്നു വെച്ചെന്നിരിക്കണം. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? ഓക്കെ, എവിടെയെങ്കിലും മറന്നു വെച്ചിരിക്കണം. ഫൈൻഡ് മൈ ഇയർബഡ്സ് ഓണാക്കുക. അപ്പോൾ 2 ബഡ്സിൻ്റെ ഇത് വയ്ക്കും. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ പ്ലേ സൗണ്ട് ഒഴിക്കും. യെസ്, ലൈറ്റ് കത്തിക്കരയും. സൗണ്ടാണ്. ലൈറ്റ് കത്തി അങ്ങോട്ട് കരങ്ങി മെഴുകും ആൾ. നമ്മളതിൽ സാധനം കിട്ടുമ്പോൾ നമ്മളെന്ത് ചെയ്യണം? സ്റ്റോപ്പ്. സിമ്പിൾ. ഇതിൽ ലൈറ്റ് കത്തും. യെസ്, ക്വാളിറ്റിയിലൊന്നും ഒരു പോരായ്മയില്ല. ഇതാണ് നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ പൊട്ടിപ്പോകുന്നത്. നോ, ബിൽഡ് ക്വാളിറ്റി അമേസിങ് സാധനം, കിട്ടില്ല സാധനം. എനിക്ക് അറിഞ്ഞിടാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യാൻ എന്തായാലും പോകില്ല, അറിയാമെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയുന്നതിലുണ്ട്. ഇതാണ് സാധനം. I love this product. Okay, bye. Tata.